കോളേജ് പ്രവേശനത്തിന്റെ ഭാഗമായി ഇറക്കിയ പരസ്യചിത്രം പിൻവലിച്ചിരിക്കുകയാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ്. പ്രണയരംഗം ഉൾപ്പെട്ട വീഡിയോ വിവാദമായതോടെയാണ് നടപടി. വീഡിയോ കോളേജിന്റെ പ്രഖ്യാപിത മൂല്യങ്ങൾക്ക് എതിരാണ് എന്ന് പറയുന്നു മാനേജ്മെന്റ്. പരസ്യചിത്രം പ്രചരിപ്പിക്കരുത് എന്ന് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. ആർ റോഷിപാൽ, കഴിഞ്ഞ 70 വർഷമായിട്ടുള്ള മൂല്യങ്ങളൊക്കെ ഈ ഒരു പരസ്യചിത്രം മൂലം തകർന്നുപോയി എന്നാണോ മാനേജ്മെന്റിന്റെ കണ്ടെത്തൽ? എന്തൊക്കെയാണ് ഈ പരസ്യചിത്രം തയ്യാറാക്കിയത്? ആരാണ്? കോളേജിന്റെ അനുമതി ഇല്ലാതെ ഇങ്ങനെ ഒരു പരസ്യചിത്രം തയ്യാറാക്കാൻ കഴിയുമോ? എന്താണ് ആ കോളേജിൽ സംഭവിച്ചതിനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന ഒരു വ്യക്തമായ ചിത്രം, റോഷി? സുജയ, മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട പരസ്യമാണ്, ആ പരസ്യചിത്രമാണ്. ഏതാണ്ട് ആ പരസ്യചിത്രം അത് മാസങ്ങളായി അത് പ്രചരിക്കുന്നുണ്ട്. അത് ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജ്, കോളേജിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായി പ്രചരിച്ചതാണ്. പക്ഷേ ഇടക്കാലത്ത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് വിവാദമാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ മാനേജ്മെന്റ് ഈ പരസ്യചിത്രം പിൻവലിക്കുന്നതായി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നു. മാത്രവുമല്ല, പരസ്യചിത്രം ഇറക്കിയതിലൂടെ രക്ഷിതാക്കൾക്ക്, പൂർവ്വ വിദ്യാർത്ഥികൾക്കുണ്ടായ മാനസിക പ്രയാസത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ഇത് ഒരു സ്വകാര്യ ഏജൻസിക്കായിരുന്നു ചുമതല, അവർക്ക് പറ്റിയ വീഴ്ചയാണ്, അത് അന്വേഷിക്കും എന്നും ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നു. പക്ഷേ ഏതായാലും ഈ പരസ്യചിത്രത്തിൽ അഭിനയിച്ചത് 2 വിദ്യാർത്ഥികളാണ്. അവർക്ക് നേരെ ഈ വാർത്ത ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് വിവാദമാക്കിയതിന് പിന്നാലെ അതിനെ വലിയ രീതിയിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. അവരെ ലവ് ജിഹാദ് എന്ന രീതിയിൽ അടക്കം ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് അവിടെ വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികളടക്കം പറയുന്നത്. ഏതായാലും ഇത് ക്യാമ്പസിനകത്തും വലിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടു. ഇത് പിൻവലിച്ചത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുമുണ്ട്. എന്താണ് ഇതിൽ സഭ്യതരമായ കാര്യങ്ങൾ ഉള്ളത് എന്ന ചോദ്യം ഉൾപ്പെടെ ഉയർന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഈ കോളേജിൻ്റെ നിലവിലെ മൂല്യങ്ങളൊക്കെ തകർക്കുന്നു എന്ന വാദമാണ് പിൻവലിക്കുമ്പോൾ മാനേജ്മെന്റും ഉന്നയിക്കുന്നത്. ഏതായാലും പിൻവലിച്ചതും അതൊരു ചർച്ചയും വിവാദവുമാകുന്ന ഒരു സാഹചര്യമാണ് സുജയ ഇപ്പോൾ നിലവിലുള്ളത്. ഓക്കെ, ആർ റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.